പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ആപ്പിൾ ഐഫോണിലെ ഒരു പ്രത്യേകത കാണിച്ചു തരാം. കാർ സെർച്ച് ചെയ്യണമെങ്കിൽ ഈ ഫോട്ടോകളിൽ എവിടെയെങ്കിലും കാർ ഉണ്ടെങ്കിൽ അത് നമുക്ക് സെർച്ചിങ് ക്രൈറ്റീരിയയിലേക്ക് കൊണ്ടുവരും. അതുപോലെ സ്കൂട്ടർ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ സ്കൂട്ടർ ഏതെങ്കിലും ഫോട്ടോയിൽ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരും. വ്യക്തിയെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പടം എവിടെ ഏത് ഫോട്ടോയിൽ ഉണ്ടെങ്കിലും നമുക്ക് മുന്നിൽ കൊണ്ടെത്തിക്കും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയാണ്. നമുക്ക് ഫോട്ടോസ് എടുക്കുക, അതിൽ സെർച്ചിൽ പോയിട്ട് കാർ എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക. കാർ എവിടെയെല്ലാം ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് കാണിച്ചു തരും. 99 ഫോട്ടോസ് ഉണ്ട്. ഇവിടെ എല്ലാം കാറ് നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്ത് സ്കൂട്ടറാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ സ്കൂട്ടറാണ് എന്നുണ്ടെങ്കിൽ സ്കൂട്ടർ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം, ഇതിപ്പം 12 ഫോട്ടോസ് ഉണ്ട്. 12 ഫോട്ടോസിൽ എവിടെയെല്ലാം സ്കൂട്ടർ ഉണ്ടോ അതെല്ലാം നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ നമ്മൾ ഒരാളെ സെർച്ച് ചെയ്യാണ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ 3 ഫോട്ടോസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് കാണിച്ചു തരും. ഫാലിമി സിനിമയിലെ ഒരു നടനാണ് ഇദ്ദേഹം. ഓക്കെ, ഈ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ആ പേരിവിടെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ അനിൽ രാജ് ഇത് കാണാൻ പറ്റും. ഈ ഫോട്ടോയെ നമുക്ക് സ്റ്റിക്കറാക്കാം. കണ്ടോ, ഈ സ്റ്റിക്കറാക്കിയിട്ട് നമുക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എവിടെ വേണമെങ്കിലും ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയും. സ്റ്റിക്കറാക്കുന്ന ഒരു രീതിയാണ് ഇത്. സാംസങ്ങിൻ്റെ S സീരീസ് ഫോണിൽ ഇത് അവൈലബിൾ ആണ്. നമ്മളൊരു പിക്ചറിന് പേര് കൊടുക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പിക്ചർ എടുത്തിട്ട് അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് വരും. അവിടെ നമുക്ക് ഒലയെന്ന് ടൈപ്പ് ചെയ്യാം. ഒലയെന്നോ എന്ത് വേണമെങ്കിലും. നമ്മളൊരു ഇമേജ് എടുക്കുകയാണെങ്കിൽ ആ ഇമേജ് ഇപ്പോൾ ആധാർ ആണെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് I എന്നുള്ളതിൽ ടാപ്പ് ചെയ്ത് ആധാർ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിപ്പോൾ 1000-ഓളം ഫോട്ടോസ് നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ പോലും ആധാർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് നമുക്ക് വളരെ പ്രയാസമില്ലാതെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ.